നമസ്കാരം. മഹാകുംഭമേളയുടെ നിറവിലാണ് ഇപ്പോൾ ലോകം മുഴുവനും. നാളെയാണ് ഈ പുണ്യസ്നാനത്തിന്റെ സമാപനം. ജനുവരി 23 ആരംഭിച്ച മഹാകുംഭമേളയിൽ ഇതിനോടകം തന്നെ നിരവധി പേർ എത്തിയിട്ടുമുണ്ട്. ഇതിൽ രാഷ്ട്രീയക്കാർ മുതൽ സിനിമാ താരങ്ങൾ വരെ മഹാകുംഭമേളയിൽ പങ്കെടുത്തു കഴിഞ്ഞു. മഹാകുംഭമേളയിൽ പങ്കെടുത്ത നടി കത്രീന കൈഫാണ് ഇപ്പോൾ കുംഭമേളയിൽ താരം. അമ്മായിയമ്മ വീണ കൗശാലിനൊപ്പമാണ് കത്രീന കുംഭമേളയിൽ എത്തിയത്. അന്നദാനത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് അനുഗ്രഹമായി തോന്നിയെന്ന് കത്രീന പറഞ്ഞു. എന്നാൽ ഇതിനിടയിലും ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. കുംഭമേളയെ അവഗണിച്ചവർ പോലും ഇതിനോടകം തന്നെ പുണ്യനഗരിയിലെത്തി സ്നാനം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കോളേജിലെ തല്ലുപിടുത്തത്തെ തുടർന്ന് പോലീസ് കേസിൽ പിടികൊടുക്കാതിരിക്കാൻ 2001 നടക്കുന്ന ഒരു കുംഭമേളയിലേക്ക് ഒളിവിൽ കഴിയാൻ പോയതാണ് സലിൻ എന്ന SFI ജില്ലാ നേതാവ്. പക്ഷെ ആ കുംഭമേള സലീഷ് എന്ന SFI നേതാവിന് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരുന്നു. പ്രസ് ക്ലബിൽ ജേർണലിസം പഠിക്കുമ്പോൾ 1ാം റാങ്കോടെ പാസ്സായ ആളാണ് സലിൻ. പിന്നീട് മാതൃഭൂമിയിൽ ജേർണലിസ്റ്റായും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹം വൈകാതെ സന്യാസത്തിലേക്ക് പോയി. മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ ഹരിദ്വാർ, കാശി, ഹിമാലയൻ ഭാഗങ്ങൾ സന്ദർശിക്കാൻ പതിവായി. വായിച്ചതിനേക്കാളും അറിഞ്ഞതിനേക്കാളും കൂടുതൽ അറിയണമെന്ന തോന്നലാണ് ആത്മീയത്തിലേക്ക് അടുപ്പിച്ചത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഈ സഖാവ് വലിയൊരു സന്യാസ പദവിയിലേക്ക് അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ജുന അഖാഡ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹത്തിന്റെ മഹാപണ്ഡലീശ്വർ പദവിയിലെത്തിയ ഈ സഖാവിന്റെ ഇപ്പോഴത്തെ പേര് ആനന്ദവനം ഭാരതി എന്നാണ്. കൂടാതെ കഴിഞ്ഞ കാലത്തെ SFI നേതാവായ അഖില വിമൽ സന്യാസ വഴിയിലെത്തിയത് ഈ മഹാകുംഭമേളയിലാണ്. മഹാരാജാസ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ SFI നേതാവായിരുന്നു. പിന്നീട് അവർ ബിരുദാനന്തര ബിരുദവും PhDയും നേടിയത് ദില്ലിയിൽ നിന്നാണ്. അതിനുശേഷം പോസ്റ്റ് ഡോക്ടറൽ ബിരുദം നേടിയത് US-ൽ നിന്ന്. ദില്ലിയിലായിരുന്നപ്പോൾ SFIയുടെ ദേശീയ നേതാവായിരുന്നു. പഴയകാല നക്സലൈറ്റ് നേതാവായിരുന്നു അഖില വിമലിന്റെ അച്ഛൻ. അച്ഛന്റെ വേർപാടും മറ്റും അഖിലയെ ജീവിതത്തിന്റെയും ചെങ്കൊടിയുടെയും നിസ്സാരത പഠിപ്പിച്ചിരിക്കണം. പതിയെ അഖില വിമലും സന്യാസത്തിന്റെ വഴിയിലേക്ക് എത്തുകയായിരുന്നു. ഈ മഹാകുംഭമേളയിൽ വെച്ചാണ് അഖില വിമൽ കാവിയെടുത്തത്. അഖില വിമൽ എന്ന പൂർവാശ്രമത്തിലെ പേര് ഇപ്പോൾ അവന്തിക ഭാരതി എന്നായി. ഇക്കുറി മലയാളികൾക്കായി പ്രയാഗ്രാജിൽ ജുന അഖാഡ ഉയർത്തിയ ടെന്റിൽ ഒരു വിശിഷ്ട അതിഥി എത്തിയിരുന്നു. പഴയകാല SFI നേതാവിന്റെ ഭാര്യ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനിടയിൽ കത്തിക്കുത്തേറ്റ് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് പിന്നീട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി വീൽചെയറിൽ മരിക്കുന്നതുവരെ കഴിയേണ്ടി വന്ന സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ. ശരീരത്തിന്റെ പാതി തളർന്ന സൈമൺ ബ്രിട്ടോയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാനുള്ള വലിയ മനസ്സുള്ള വ്യക്തിയായിരുന്നു സീന ഭാസ്കർ. പക്ഷെ പിന്നീട് അവർക്ക് പാർട്ടിയിൽ നിന്ന് ഒട്ടേറെ ദുരനുഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായ നേതാക്കളും ഇത്തവണ പ്രയാഗ്രാജിലെത്തി സ്നാനം ചെയ്തു. ഇതാണ് ശ്രദ്ധേയമായ കാര്യം. പേര് പറയാൻ പറ്റാത്ത മറ്റു പല സഖാക്കളും തലയിൽ മുണ്ടിട്ട് പ്രയാഗ്രാജിൽ എത്തിയിരുന്നു. അവരിൽ പലരും ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ കേന്ദ്രത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.